4 വർഷം മുൻപ് പെരുവ സ്വദേശിനി ജിജിയുടെ ഭർത്താവ് സുരേഷ് ജോലിക്കിടെ ഉണ്ടായ അപകടത്തിൽ തുടയില് പൊട്ടി കിടപ്പിലാകുന്നു. മറ്റു വഴികളൊന്നുമില്ലാതെ വന്നതോടെ 2 പെൺമക്കളുള്ള കുടുംബം പോറ്റാൻ ജിജി ആദ്യമായി കാക്കിയണിഞ്ഞു. മനക്കപ്പടി സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായി. ഓട്ടം കുറയുമ്പോൾ അതേ ഓട്ടോറിക്ഷയിൽ പൊതിച്ചോറ് വിൽപ്പന. ഭർത്താവ് HNL ജോലിക്കാരനായിരുന്നു. പെട്ടെന്ന് ഒരു അപകടം സംഭവിച്ച് കാലിന് പാടില്ലാതെ വന്നതോടുകൂടി പ്യൂൺ പോസ്റ്റിലേക്ക് മാറേണ്ടി വന്നു. പ്യൂൺ പോസ്റ്റിലേക്ക് മാറി അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് HNLൻ്റെ ഒരു തകർച്ചയിലേക്ക് വന്നതുകൊണ്ട് പ്യൂണിന് എല്ലാവരും പിരിച്ചുവിടേണ്ടി വന്നു. അതോടുകൂടി ശരിക്കും കുടുംബത്തെ കുട്ടികളെ പഠിപ്പിക്കുക, കുടുംബത്തിൻ്റെ ചിലവ് എല്ലാം കൂടെ താങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് ഓട്ടോറിക്ഷ എടുക്കാൻ തീരുമാനിച്ചത്. ഇന്നലെ വരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. എന്നാൽ ഇനി അങ്ങനെയല്ല. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ജിജി ചേച്ചിയും ജിജി ചേച്ചിയുടെ ഈ കാണുന്ന ഓട്ടോറിക്ഷയും ഇനി മനക്കപ്പടി സ്റ്റാൻഡിൽ ഉണ്ടാകില്ല. പകരം മുളക്കുളം പഞ്ചായത്തിലുണ്ടാകും. ജനങ്ങൾക്കിടയിൽ ഓട്ടോയുമായി ഓടി നടന്ന ജിജിയെ 15-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയാക്കി. 156 വോട്ടിന്റെ ഭൂരിപക്ഷം. ഒടുവിൽ പ്രസിഡന്റ് സ്ഥാനം ആർക്കെന്ന ചർച്ചയിലും ജിജി തന്നെ മുന്നിൽ. അങ്ങനെ കുടുംബം പോറ്റാൻ ഓട്ടോയുമായി സ്റ്റാൻഡിലേക്ക് ഇറങ്ങിയ ജിജി ഇനി മുളക്കുളത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. രണ്ട് കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ഓട്ടോറിക്ഷ ഓടിക്കുന്നത് മറ്റുള്ളവർക്കൊരു സഹായമായിട്ടുള്ള രീതിയിലാണ് ഓടിക്കുന്നത്. കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട്, അവരെ മരുന്നിന് കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുപോകുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ പെട്ടെന്നങ്ങ് ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നെ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനവും തീർച്ചയായിട്ടും ജനസേവനത്തിന് തന്നെ വിനിയോഗിക്കും. 4 വർഷം മുൻപ് ജിജിയുടെ ജീവിതത്തിലുണ്ടായ ഇരുട്ടിൽ വെളിച്ചം പകർന്നത് ഈ 3 ചക്ര വണ്ടിയാണ്. ഇനിയും അതിനൊപ്പം തന്നെയാണ് പഞ്ചായത്ത് ഭരണവും. രാവിലെ 7 മുതൽ 10 വരെ മനക്കപ്പടി ഓട്ടോ സ്റ്റാൻഡിൽ, 10 മുതൽ 5 വരെ ഈ കാണുന്ന പഞ്ചായത്ത് ഓഫീസിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായും പ്രസിഡന്റായും ജിജി സുരേഷിന്റെ ഓട്ടം തുടരുകയാണ്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ് തന്നെ നമ്മുടെ ഉണ്ട്. ഷിനോജ്, അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ ധൈര്യപൂർവ്വം തരണം ചെയ്ത് മുന്നിലേക്ക് വരുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ ധൈര്യം തന്നെയാണ് ഉറപ്പായിട്ടും ഒരു പഞ്ചായത്തിനെ നയിക്കാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം ഉള്ളത് എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ ഒരു ഓട്ടം, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുകയാണ്, ആ ഒരു കർത്തവ്യത്തിനൊപ്പം തന്നെ ഇപ്പോൾ തങ്ങളോടൊപ്പം ചേർന്ന് നിന്ന ജീവിതം മുന്നിലേക്ക് നയിക്കുന്ന ആ ഓട്ടോയും കൂടെ ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഇങ്ങനെ പതുക്കെ കുറഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അധ്യക്ഷന്മാരെയും ഒപ്പം വൈസ് പ്രസിഡന്റുമാരെയൊക്കെ തന്നെ ഇതിനോടൊക്കെ തന്നെ കണ്ടെത്തി കഴിഞ്ഞു. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ മുളക്കുളം പഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ ഒരു കൗതുകപരമായിട്ടുള്ള ഒരു പ്രചോദനം നൽകുന്ന ഒരു വിശേഷം കൂടി ഈ സമയത്ത് നമ്മൾ മുന്നിലേക്ക് എത്തുന്നത്. എന്തായാലും ഏകദേശം 4 വർഷം മുൻപാണ് നിലവിൽ ഇപ്പോൾ അവിടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജിജി സുരേഷിന്റെ ഭർത്താവ്. അവർ നേരത്തെ ഈ HNL ജീവനക്കാരനായിരുന്നു. അവിടെ ഒരു ജോലിക്കിടെ ഉണ്ടായൊരു അപകടത്തിൽ തുടയിൽ പൊട്ടി കിടപ്പിലാകുന്നു. തുടർന്ന് ഈ കുടുംബത്തിന് മറ്റു വഴികളൊന്നും തന്നെ ഇല്ല. മുന്നോട്ട് 2 പെൺമക്കളാണ്. മറ്റു വഴികളൊന്നുമില്ലാതെ വന്ന സമയത്ത് ഈ ജിജി സുരേഷ് എന്ന് പറയുന്ന വീട്ടമ്മ തന്നെ ഇത്തരത്തിൽ ഒരു ഓട്ടോറിക്ഷയുമായി സ്റ്റാൻഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. ആദ്യം ഓട്ടോറിക്ഷ വാങ്ങുന്നു, തുടർന്ന് അതൊരു ഉപജീവന മാർഗ്ഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു. വീട്ടിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മനക്കപ്പടി സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷയുമായി ഈ വീട്ടമ്മ വരും. അതിനുശേഷം ഇതിൻ്റെ ഓട്ടം കുറയുന്ന സമയത്ത് ഇതേ ഓട്ടോറിക്ഷയിൽ തന്നെ പൊതിച്ചോറുമായി കടകളിലുമൊക്കെ തന്നെ വീടുകളിലുമൊക്കെ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പതിവും ജോലിയുമൊക്കെ തന്നെ ഈ ജിജി സുരേഷ് നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ആകുമ്പോൾ നമുക്കറിയാം സാധാരണക്കാർ ആളുകളുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ബന്ധമുള്ള ഒരു ജോലി കൂടിയാണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന് പറയുന്നത്. അങ്ങനെ ആളുകളുമൊക്കെ തന്നെയായി വളരെ അടുത്ത ബന്ധം ജിജിക്ക് ഉണ്ടായിരുന്നു. തുടർന്ന് തെരഞ്ഞെടുപ്പ് വരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് UDF അവരെ സ്ഥാനാർത്ഥിയാക്കുന്നു. 156 വോട്ടിൻ്റെ ഒരു വലിയ മികച്ച വിജയം അവർ നേടുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലവിലിപ്പോൾ ജിജി സുരേഷ് എത്തുകയാണ്. എന്തായാലും നിലവിലും ജിജി പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 ജോലിയും, കാരണം
ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്ത് അവർക്കൊരു പ്രത്യാശ നൽകിയത്, അവർക്കൊരു പ്രതീക്ഷ നൽകിയത് അവരുടെ ഈ ഓട്ടോറിക്ഷ ജോലിയാണ്. അതിനാൽ തന്നെ ആ ഡ്രൈവർ പണിയും ഒപ്പം ഈ പഞ്ചായത്തിൻ്റെ ഭരണവും ഇനി എന്തായാലും ഒന്നിച്ചുകൊണ്ട് പോകുമെന്ന് തന്നെയാണ് ജിജി പറയുന്നത്. എന്തായാലും രാവിലെ 7 മണി മുതൽ 10 മണി വരെ ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടാകും. അതിനുശേഷം 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. ശരി ഷിനോജ്, ഉറപ്പായിട്ടും ആ ഓട്ടോ അത് തന്നെയാണ് ജീവിതമാർഗം. അപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധിയൊക്കെ ഉണ്ടായപ്പോൾ കൂടെ കൂട്ടിയതാണ്, ഇപ്പോഴും കൂടെയുണ്ട്. ഉറപ്പായിട്ടും അതിനെ കൈവിടാനേ പറ്റുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ 4 വർഷം മുൻപ് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു, ഓട്ടോറിക്ഷ കൂടെ കൂട്ടുന്നു, ഓട്ടം പോകുന്നു, അതിലൊരു പൊതിച്ചോറ് വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് നീങ്ങുന്നതിനിടയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ധൈര്യം, പ്രതിസന്ധികളെയൊക്കെ നേരിട്ട് മുന്നിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം കൂടി കരുത്താർജിച്ചുകൊണ്ടാണ്, ആ ഒരു ധൈര്യം കൂടി ആർജിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. ഉറപ്പായിട്ടും ഷിനോജ് പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിനൊരു ആവേശം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടി വരും. അഭിനന്ദനങ്ങൾ വീണ്ടും നേരാമല്ലേ. ശരി ഷിനോജ്.